ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ കറിയും ബിരിയാണിയും വെച്ചാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ചിക്കൻ കറി നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പിന്നെ ജീരകം, കുരുമുളകും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജീരകം, കുരുമുളകും കൂടി പൊടിച്ച് വെച്ച ആ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം ചെറിയുള്ളി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വഴണ്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ എല്ലാം ഏകദേശം വെന്ത് ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് ഗ്രേവിയെല്ലാം കുറുകി വരണം. ഗ്രേവിയെല്ലാം കുറുകി വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഒരു ചീഞ്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇതുപോലെ പൊന്തി വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ജാതിപത്രിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് 20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം വാരാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. 1 വിസിൽ മാത്രമാണ് വെക്കുന്നത്. ഇത് കണ്ടോ, ബിരിയാണി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം.
മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം കുക്കർ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. സിമ്പിളായിട്ടുള്ള ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.